ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഗിഫ്റ്റ് എല്ലാം നോക്കി വെച്ചോട്ടോ. ആർക്കാ എപ്പോഴാണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏത് ഗിഫ്റ്റ് വാങ്ങണം എന്ന് ഇപ്പോഴേ നോക്കി വെച്ചോളൂ കേട്ടോ. ആകെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വഴിയെ പറയാമേ. അപ്പോൾ സൗണ്ടൊക്കെ കുറച്ച് മാറിയിരിക്കുകയാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടായി, എല്ലാം വഴിയെ പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 5 kg. അപ്പോൾ നമ്മളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സൗണ്ട് ഇല്ല കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനൊരു വീഡിയോ പോലും ഇട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്നെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ തിങ്കളാഴ്ച ഫീവറൊക്കെ കൂടി ഹോസ്പിറ്റലിലായി. തീരെ വയ്യായിരുന്നു, കിടന്നു. ഒരാഴ്ച ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ പിന്നെയും എന്താ പറയുക, വർക്കൊക്കെ തുടങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, സൺഡേയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വർക്കുകൾ മാത്രം, പുതിയതായിട്ടൊന്നും എടുത്തില്ല. നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്തിരുന്ന വർക്കുകൾ മാത്രം ചെയ്തു കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതെല്ലാം നമ്മളുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്സിൽ നമ്മളുടെ സ്റ്റുഡൻസ് ചെയ്ത ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് കേട്ടോ. ഓവനില്ലാതെ ഒക്കെ ഓരോരുത്തർ ചെയ്തേക്കുന്ന കേക്കുകളാണ്. എല്ലാവർക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ആ സന്തോഷം പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ അവരുടെ ആ ഒരു വോയിസ് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് ആർക്കെങ്കിലും ക്ലാസ്സിന് ചേരണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാവേ, കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കേക്ക്സ്, അത് നേരത്തെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ദിവസങ്ങളിലുണ്ടായിരുന്നതൊക്കെയെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സൺഡേ ഞാൻ എന്തായാലും ഓക്കെ ആകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഓക്കെ ആയില്ല എന്നാണെങ്കിലും ഏകദേശം ഒന്ന് നിന്ന് ചെയ്യാം എന്നുള്ളൊരവസ്ഥ ആയതുകൊണ്ടിട്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് കേക്ക്സ് എടുത്തേക്കുന്ന വർക്ക് മാത്രം അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടോ. ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. ജസ്റ്റ് കേക്കായിട്ടുള്ളത് മാത്രം നമ്മൾ റെഡിയാക്കിയതാണ്. അപ്പോൾ സിമ്പിൾ കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം തന്നെ കുറേയൊക്കെ ഒന്നും വീഡിയോയിൽ കിട്ടിയിട്ടൊന്നുമില്ല, കാരണം എന്താ പറയുക, നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ഈ എന്താ പറയുക കേക്കിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ കുറേ സമയം റെസ്റ്റ് എടുക്കും, കുറച്ച് സമയം കേക്ക് ചെയ്യും. അങ്ങനെ ഞാൻ ഒരു സൺഡേയും സാറ്റർഡേയും കൂടി നിന്നിട്ടാണ് കേട്ടോ ഇത്രയും കേക്ക്സ് ചെയ്തത്. കാരണം നമുക്ക് വയ്യാന്നാണെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേലും കുറച്ച് സീരിയസ് ആയിപ്പോയി. പിന്നെ എന്താ പറയുക, ദൈവാധീനം കൊണ്ടിട്ട് ഞാനിപ്പോൾ നിവർന്ന് നിൽക്കുന്നേ ഉള്ളൂ. നിവർന്നിട്ടില്ല, നിൽക്കാനേ ആയിട്ടുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. അങ്ങനെ എല്ലാം കിട്ടിയ കേക്കെല്ലാം കൂടി കൂട്ടി ഞാൻ എടുത്ത് സിമ്പിളാക്കി. എന്താ പറയുക, എന്തായാലും നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കുമല്ലേ, ഒരു ക്രിസ്മസിന് മുൻപേ ഉള്ള ലോങ് വീഡിയോസിന് എന്തായാലും ഞാൻ സമ്മാനം കൊടുക്കുമെന്ന്. അപ്പോൾ ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ എങ്കിലും ഇട്ടില്ലെങ്കിൽ അത് മോശമായില്ലേ എന്ന് കരുതിയിട്ട് കിട്ടിയതെല്ലാം കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കണ്ടൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം സിമ്പിളായിട്ടുള്ള കേക്കും കാര്യങ്ങളുമാണ്. പിന്നെ എന്താ പറയുക, വീഡിയോ ഓൺ ചെയ്ത സമയത്ത് കിട്ടിയതെല്ലാം കൂടി കൂട്ടി ഇട്ട് എടുത്തേ ഉള്ളൂ കേട്ടോ. ഇതൊരു വിൻറ്റേജ് സ്റ്റൈലിലുള്ള സിമ്പിൾ കേക്കായിരുന്നു, സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു കേട്ടോ ഫ്ലേവർ വരുന്നത്. പിന്നെ ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു. ഇത് ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ വന്നേക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, എക്സ്ട്രാ റേറ്റും ഇല്ല. അതായത് ജസ്റ്റ് ഒരു ഫ്ലേവറിൻ്റെ റേറ്റ് മാത്രം എടുത്തിട്ട് എന്താ പറയുക, നമ്മളോട് പ്രത്യേകിച്ച് ഒരു റിക്വയർമെൻറ്റും പറഞ്ഞില്ല. ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ, നമ്മളെന്തായാലും കുറയ്ക്കരുതല്ലോ എന്ന് കരുതിയിട്ട് കുഞ്ഞിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ കളറ് ബ്ലൂവും യെല്ലോയും ആയിരുന്നു. യെല്ലോ കളറിലെ ഡ്രസ്സിൽ ബ്ലൂ കളറിലെ ചെറിയ കുഞ്ഞു വർക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കളർ കോമ്പിനേഷൻ പിടിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോക്സ് ബോൾസ്, പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ ആ ഒരു റെയിൻബോ ടോപ്പർ എല്ലാം റെഡിമെയ്ഡാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ കൈ കിട്ടിയ ഐറ്റംസ് എല്ലാം കൂടി വെച്ചിട്ട് സിമ്പിളായിട്ട് എടുത്തു കൊടുത്തതാണ്. അപ്പോൾ മിക്കവരും ചോദിക്കാൻ ഇതിന് എക്സ്ട്രാ റേറ്റ് ഉണ്ടാകുമല്ലോ എന്ന്. നമ്മൾ വാങ്ങിച്ചില്ല, കാരണം നമ്മളോട് അങ്ങനെ പറഞ്ഞതല്ലല്ലോ, നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്തല്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ആ ഒരു ഫ്ലേവർ റേറ്റ് മാത്രമേ വാങ്ങിച്ചിട്ട് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഒരു സ്പൈഡർമാൻ കേക്കാണ്, സിമ്പിളായിട്ടുള്ള ഒരു സ്പൈഡർമാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു ഗിവ് അവേക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ഇടാനായിട്ട് എനിക്കൊന്നും അറിയാൻ കൊള്ളാമെന്നുണ്ട്. ഇത് എവിടെ നിന്നൊക്കെയുള്ള ആരൊക്കെയാണ് നമ്മളുടെ ഈ വീഡിയോസ് കാണുന്നതെന്ന്, ഏതൊക്കെ നാട്ടിലുള്ള ആൾക്കാരാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? ജസ്റ്റ് നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ്, അതായത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു സ്ഥലപ്പേര് കാണുമല്ലോ, കേരളത്തിന് പുറത്താണെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനമാണെങ്കിൽ അതിൻ്റെ പേര്, അല്ലെങ്കിൽ പുറത്തൊരു രാജ്യമാണെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ പേര്, കേരളത്തിനുള്ളിൽ തന്നെയുള്ള സ്ഥലമാണെങ്കിൽ ആ ഒരു സ്ഥലപ്പേര്, അങ്ങനെ നിങ്ങളുടെ പേരും നിങ്ങളേത് സ്ഥലത്താണ് അതും, പിന്നെ നമ്മളുടെ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതും, ഇത്രയും ഒന്ന് കമൻറ്റ് ചെയ്യാവോ? അപ്പം മറക്കണ്ട കേട്ടോ, നമ്മളുടെ ക്രിസ്മസ് വരെയുള്ള ലോങ് വീഡിയോസിൽ നിന്നിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസിൽ നിന്നും ഓരോ വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ചേക്കുന്നത്. നമ്മളെ ക്രിസ്മസിൻ്റെ അന്നായിരിക്കും കേട്ടോ നമ്മളുടെ ആ ഒരു വിന്നേഴ്സിനെ പറയുന്നത്. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നീളത്തുള്ളൂ. മാക്സിമം നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ വിന്നേഴ്സിനെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് കമൻറ്റ് ചെയ്തേക്കും. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നാട് എവിടെയാണോ ആ സ്ഥലപ്പേര്, പിന്നെ ഈ ഒരു വീഡിയോയിൽ എന്ത് വേണമെങ്കിലും പറയാം, കാരണം അങ്ങനെ ഒരുപാട് പറയാനൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഈ വീഡിയോനെ പറ്റിയിട്ട് ഒരു കാര്യവും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയും കാണാവേ. താങ്ക് യു.